അതായത് സർക്കാർ ഇപ്പം സൗകര്യം അനുസരിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ തീരുമാനിക്കുക ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ മേൽശാന്തിയെ പോലെ ഒരു കൊല്ലത്തേക്ക് മതി എന്ന് തീരുമാനിച്ചാൽ ആ തന്ത്രിക്ക് പിന്നീട് വേറെ റോളൊന്നുമില്ല. കാരണം സർക്കാർ പറയുന്ന ഏത് നിയമവും അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നിയമമായിട്ട് മാറും. ഇപ്പോൾ ഏത് ക്ഷേത്രത്തിലും മാറ്റമില്ലാത്ത ഒന്നുണ്ട്, അതാണ് തന്ത്രി. ബാക്കിയെല്ലാം മാറാം. ചില ഊരാഴ്മക്കാരൊക്കെ ഉണ്ട്, അത് ഞാൻ മറക്കുന്നില്ല. പക്ഷെ എന്നാലും ക്ഷേത്രത്തിൻ്റെ അധികാരത്തിൽ, ക്ഷേത്രത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും നിർണായകമായ അധികാരങ്ങളുള്ള ഒരേ ഒരു സർക്കാരിൻ്റെ സ്വാധീനത്തിന് പുറത്ത് ഒരു പരിധിവരെ എന്ന് പറയാവുന്ന ഒരേ ഒരു വ്യക്തി തന്ത്രിയാണ്. ആ തന്ത്രിയും സർക്കാർ നിയമിക്കുന്ന ആളായിട്ട് മാറുകയാണെങ്കിൽ പിന്നെ സർക്കാർ പരിപൂർണമായിട്ട് ക്ഷേത്ര സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ളത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നീട് അവിടെ നടക്കുന്ന എന്തെന്ന് പോലും ഒരുപക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നാളെ ഞാനൊന്ന് ചോദിക്കട്ടെ,